ഇന്നലെയാണ് ഇത്തരത്തിൽ പാലക്കാട് പനയമ്പാടത്ത് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. 4 കുരുന്നുകളുടെ ജീവനാണ് ഒരേപോലെ നഷ്ടപ്പെട്ടത്. പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളായിരുന്നു 5 പേർ. ഒരുമിച്ച് പഠിച്ചും കളിച്ചും ഒരുമിച്ച് വളർന്ന 5 കുഞ്ഞുങ്ങളാണ്. അതിൽ 4 പേരെയാണ് നഷ്ടമായിരിക്കുന്നത്. ഒരു കുടുംബത്തെ, 4 കുടുംബങ്ങളെ, ഒരു നാടിനെ, കേരളത്തെ ആകെ ഞെട്ടിച്ച, നടുക്കിയ, വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഈ പ്രഭാതം. അങ്ങനെ ഒരു നാടിനും ഈ കേരളത്തിന് മുഴുവൻ കണ്ണീരുള്ളതായി മാറുകയാണ്. വളരെ പ്രതീക്ഷയോടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കുഞ്ഞുങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. അപകടത്തെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇന്നിപ്പോൾ രാവിലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി ഏകദേശം 5:30 സ്വന്തം വീടുകളിലേക്ക് മടക്കിയത്. പ്രസാദ്, തുടരാം. അതിര ഇപ്പോൾ മുണ്ടൂർ എത്താറായിട്ടുണ്ട്. മുണ്ടൂരിൽ നിന്നും ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഇവരുടെ നാട്ടിലേക്ക്. പയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അത് കല്ലടിക്കോടിനടുത്തുള്ള ഇവരുടെ നാട്ടിലേക്ക്, പനയമ്പാടത്തെ ഇവരുടെ വീട്ടിലേക്ക് ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ദുഃഖകരമായ ഒരു കാര്യമാണ് നടന്നത്. അതോടൊപ്പം തന്നെ അവരുടെ പ്രതിഷേധം, അവരുടെ ഉള്ളുലയ്ക്കുന്ന പ്രതിഷേധം എന്ന് പറയുന്നത് ഇത് ഒരു പെട്ടെന്നുണ്ടായ ഒരു അപകടമോ ഒന്നുമല്ല. ഇവരുടെ കൺമുന്നിൽ ഇത്തരം അപകടങ്ങൾ കണ്ട് മടുത്ത് അവർ ബന്ധപ്പെട്ട അധികൃതരോടെല്ലാം ഇതിന് പരിഹാരം വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ട ഒരു നാട്. അവിടെ പലപ്പോഴും ഇന്നലെ അതിന് ദൃക്സാക്ഷിയായ ഈ അപകടം നടന്ന തൊട്ട് പുറകിലെ വീട്ടിലെ സുഭദ്ര എന്ന് പറയുന്ന ആ അമ്മ പറയുന്നുണ്ടായിരുന്നു, രാത്രി ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ പകലിൽ ശബ്ദം കേട്ടാൽ ഞങ്ങൾക്ക് ഉറപ്പിക്കാം അത് അപകടമാണ് എന്നുള്ളത്. അത്രയേറെ അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ റോഡ് നവീകരിച്ചതിന് ശേഷം ആ റോഡിൻ്റെ പ്രതലം വളരെ മിനുസമുള്ളതായിരുന്നു. അങ്ങനെ വരുമ്പോൾ അമിത വേഗതയിലാണ് ഒരു വാഹനം വരുന്നതെങ്കിൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ മഴക്കാലങ്ങളിലും വാഹനങ്ങൾക്ക് നിയന്ത്രണം വിട്ട് അവിടെ മറിയുന്നത് പതിവാണ്. ഇതെല്ലാം നിരന്തരം ഉണ്ടായിട്ട് പോലും അവിടുത്തെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ട് പോലും ഒരു തവണ മാത്രമാണ് ആ മിനുസമുള്ള പ്രതലത്തിൽ ഈ ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടി അവിടെ ഒന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ഒരു തവണ മാത്രമാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ പിന്നീടും അവിടെ അപകടങ്ങൾ പതിവായി മാറുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ അപകടങ്ങൾക്ക് കാരണമെന്ന് ആവർത്തിച്ച് ആ നാട്ടുകാർ പറഞ്ഞിട്ടുള്ളതാണ്. പനയമ്പാടത്ത് മാത്രമല്ല, അതിര ഓർക്കുന്നുണ്ടാകും, 1 മാസം മുമ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ആ സമയങ്ങളിൽ 5 യുവാക്കൾ അതിന് തൊട്ടപ്പുറത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് കല്ലടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ ഒരു അപകടത്തിൽ മരിക്കുന്നത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഏറ്റവും അപകടകരമായ ഒരു മേഖല എന്ന് പറയുന്നതാണ് മുണ്ടൂർ മുതൽ മണ്ണാർക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ. അവിടെ പല സ്ഥലങ്ങളിലും അപകടകരമായ വളവുകളും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അപകട സാധ്യത ഉള്ള സ്ഥലങ്ങളുമെല്ലാം ഒരുപാടുണ്ട്. അതെല്ലാം ഈ പരിഹരിക്കണമെന്ന ആവശ്യം നാട്ടുകാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത്രയേറെ രോഷം അണപൊട്ടാനുള്ള ഒരു കാരണം. ഒരു നാട്ടിലെ ദുരന്തം അത് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് സംഭവിച്ചതാണ്. അതോടൊപ്പം തന്നെ ഒരു എതിരെ വന്ന ലോറിക്കാരൻ്റെ അമിത വേഗതയും ഇതിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഒന്ന് ശ്രദ്ധ പുലർത്തിയിരുന്നെങ്കിൽ ഒരു വളവാണ് താൻ ഡ്രൈവ് ചെയ്ത് പോകുന്നത് എന്ന ആ ഒരു ബോധമുള്ളിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ 4 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ആ അമിത വേഗതയിൽ വന്ന ലോറി വളവ് തിരിഞ്ഞപ്പോൾ എതിരെ വന്ന ഈ അപകടത്തിൽപ്പെട്ട സിമൻറ്റ് ലോറിയുടെ ഒരു വശത്തിലിടിക്കുകയും ആ സിമൻറ്റ് ലോറി നിയന്ത്രണം വിട്ട് ഈ കുട്ടികളുടെ മുകളിലേക്ക്, ശരീരത്തിലേക്ക് മറിയുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാർക്ക് ആദ്യ സമയങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഭാരം കയറ്റി വന്ന ഒരു ലോറി ആണ് മറിഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നും ആ കുട്ടികളെ പുറത്തെടുക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പരിശ്രമം ആവശ്യമായതായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ക്രെയിനെല്ലാം കൊണ്ടുവന്ന് ലോറി ഉയർത്തി കുട്ടികളെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള തച്ചമ്പാറയിലെ ആശുപത്രിയിലേക്ക് ആ കുഞ്ഞുങ്ങളെ എത്തിച്ചതാണ്. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കുഞ്ഞുങ്ങൾ ജീവൻ രക്ഷിക്കാൻ ആ നാടിന് കഴിഞ്ഞില്ല. 4 കുട്ടികളാണ് ജീവൻ വെടിഞ്ഞത്. ചിലരുടെയെല്ലാം അശ്രദ്ധ മൂലം. അതിൽ ഒരുപാട് പേർ ഉത്തരം പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് നാട് പറയുന്നത്. അത് ശരിയുമാണ്.
കാരണം ഒന്നോ രണ്ടോ ദിവസമല്ല, വർഷങ്ങൾക്ക് മുമ്പ് 6 വർഷമായി ഈ റോഡിൻ്റെ ഇത്തരത്തിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള റോഡിൻ്റെ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ അധികൃതർക്ക് സമീപിച്ചിട്ടുള്ളത്. നിരവധി നിവേദനങ്ങൾ കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ പരാതികൾ പറയുന്നു, ജനപ്രതിനിധികളോട് വിവരങ്ങൾ പറയുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇത്രയും ഗുരുതരമായ രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ വാഹനങ്ങൾ മറികടക്കാതിരിക്കാൻ ഒരു ഡിവൈഡറെങ്കിലും സ്ഥാപിക്കാനുള്ള ശ്രമം പോലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വാഹനം ഓടിക്കുന്നവരും വളരെ ഒരു നല്ല റോഡ് കിട്ടിയാൽ അമിത വേഗതയിൽ പോയി ശീലമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ലോറി ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതായത് ഒരു നാട്ടിലെ 4 കുഞ്ഞുങ്ങളുടെ ജീവനാണ്, ഒരു നാടിൻ്റെ ജീവനാണ് നഷ്ടമായത് എന്നുള്ളതാണ്. ഇപ്പോൾ മുണ്ടൂർ പിന്നിട്ടിട്ടുണ്ട്. ഇനി കല്ലടിക്കോട്ടേക്കാണ് ഇനി കടക്കുക. അല്പസമയത്തിനകം തന്നെ കല്ലടിക്കോട് ഈ 4 കുഞ്ഞുങ്ങളുടെയും ഭൗതികദേഹവുമായി കല്ലടിക്കോട് പിന്നിടും. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ അപകടം നാട്ടുകാർ എല്ലാം തന്നെ കാണുന്നത്. ഒരു 3:45 അവർ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. കുട്ടികളെല്ലാം 5 സുഹൃത്തുക്കൾ, നേരത്തെ നമ്മളോട് സംസാരിച്ച അർഷാന ഉൾപ്പെടെയുള്ള 5 സുഹൃത്തുക്കൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നു. അതിൽ അർഷാന കടയിൽ കയറി മിഠായി വാങ്ങാൻ വേണ്ടി കടയിൽ കയറി. തൊട്ടുപുറകെ തന്നെ ഈ കുട്ടികളുടെ തൊട്ടുപുറകിൽ തന്നെ ഈ കുട്ടി ഉണ്ടായിരുന്നു. അപകടം നടക്കുന്നപ്പോൾ ഇവർ ചാടി ഒരു കുഴിയിലേക്ക് വീണതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ബാക്കി 4 പേരും ആ കുട്ടിയുടെയും കൺമുന്നിൽ നമ്മൾ കണ്ടതാണ്. ആ കുട്ടിക്ക് സംസാരിക്കാൻ വളരെയധികം വൈകാരികമായ അത്രയും അടുപ്പമുള്ള ആത്മസുഹൃത്തുക്കളാണ് നഷ്ടമായിട്ടുള്ളത്. കുഴിയിലേക്ക് വീണത് കൊണ്ട് മാത്രം ആ കുട്ടി രക്ഷപ്പെട്ടു. ബാക്കി 4 കുഞ്ഞുങ്ങളും ഇവരുടെ മുന്നിൽ തന്നെ അപകടത്തിൽപ്പെടുന്ന കാഴ്ച കാണേണ്ടി വന്നു എന്നുള്ളതാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരെ പ്രിയപ്പെട്ട അവരുടെ എല്ലാം നാട്ടിൽ കളിച്ചു വളർന്ന അവർ സ്ഥിരമായി കുഞ്ഞുകാലത്തെ തൊട്ട് കാണുന്ന കുട്ടികളാണ്. അവർ മദ്രസയിൽ പോകുന്നതും 1ാം ക്ലാസ്സിൽ പോകുന്നതും പിന്നീട് വളരുന്നതുമെല്ലാം ആ നാട് കാണുന്നതാണ്. ആ കുട്ടികളാണ് അവരുടെ കൺമുന്നിൽ വെച്ച് ഇല്ലാതായത് ഒരു അപകടത്തിൽ. ഈ പറയുന്നത് പോലെ ഇന്നലെ നമ്മൾ കണ്ടതാണ് അവിടെ രോഷമണ പൊട്ടി നിൽക്കുന്ന കാഴ്ച എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം അതൊരു പെട്ടെന്നുണ്ടായ ഒരു അപകടം, അല്ലെങ്കിൽ സാധാരണ ഒരു യാദൃച്ഛികമായി ഉണ്ടായ ഒരു അപകടമായിട്ട് അതിനെ കാണുന്നില്ല. അതിന് ഒരു പലരുടെയും അനാസ്ഥ കൊണ്ടുണ്ടായ കൊലപാതകം എന്നുവരെ നാട്ടുകാർ ഇന്നലെ വിശേഷിപ്പിക്കുന്നത് കണ്ടിരുന്നത്. ഒരർത്ഥത്തിൽ അതെല്ലാം ശരിയുമാണ്. കാരണം എത്രയോ തവണ പറഞ്ഞു പോയതാണ് ആ റോഡ് നന്നാക്കണം എന്നുള്ളത്. ഇരുചക്രവാഹനങ്ങളിൽ പോകുന്ന ആളുകൾ അവരെല്ലാം ഇരുചക്രവാഹനങ്ങളിൽ പോകുന്നവരാണ് കൂടുതലും ആ പ്രദേശങ്ങളിൽ അപകടത്തിൽപ്പെടുന്നത് നമ്മൾ കാണാറുള്ളത്. കാരണം അത്രയേറെ മിനുസമുള്ള ഒരു പ്രതലമാണ് അവിടെ റോഡിനുണ്ടായിരുന്നത്. അതാണ് പിന്നീട് ചില ഭാഗങ്ങളിൽ മാത്രമാണ് അല്പം റഫ്നെസ് അതിനകത്ത് ഗ്രിപ്പ് വരുത്തുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. പിന്നീടുള്ള ഭാഗങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ആ മഴയിൽ നനഞ്ഞു കിടക്കുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ എതിർദിശയിൽ വന്ന ലോറി, അപകടത്തിൽപ്പെട്ട ലോറിക്ക് എതിരെ വന്ന ലോറി അമിത വേഗതയിൽ വന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപക്ഷെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അങ്ങനെയാണ് സിമൻറ്റ് ലോറിയുടെ വശത്തിലിടിച്ച് സിമൻറ്റ് ലോറി നിയന്ത്രണം വിട്ട് ഈ കുട്ടികളുടെ മുകളിലേക്ക് മറിയുന്നത്. അവിടെ ആ വീടിൻ്റെ അപകടം നടന്ന സ്ഥലത്ത് തൊട്ട് പുറകിൽ ഒരു വീടുണ്ട്. ആ വീട്ടിലെ അമ്മ സുഭദ്ര അവർ ഇന്നലെ പറഞ്ഞിരുന്നു, ഈ കാഴ്ച ഇത്തരം അപകടങ്ങൾ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ളതാണ്, പറഞ്ഞു മടുത്തു എന്നുള്ളതാണ് അവർ ഇന്നലെ വേദനയോടുകൂടി നമ്പരത്തോടുകൂടി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ കുട്ടികളുടെ ഭൗതികദേഹവുമായി കല്ലടിക്കോട് എത്താറായിട്ടുണ്ട്. കല്ലടിക്കോട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പനയമ്പാടമാണ്. പനയമ്പാടം കഴിഞ്ഞാൽ പിന്നെ പനയമ്പാടം എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും വീട് എന്നുള്ളതാണ്. ചെറുളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം, മീൻവല്ലത്തേക്ക് പോകുന്ന, കല്ലടിക്കോട് നിന്ന് മീൻവല്ലത്തേക്ക് പോകുന്ന അവിടെ ചെറുളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു 100 മീറ്റർ ചുറ്റളവിൽ എല്ലാ കുഞ്ഞുങ്ങളുടെയും അവരുടെ വീടുകൾ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ചേതനയറ്റ ശരീരത്തെ കാത്ത് നിൽക്കുകയാണ്. ആ വീട്ടുകാർ, അവിടുത്തെ അയൽവാസികൾ, നാട്ടുകാർ, അതോടൊപ്പം തന്നെ ഈ വിവരമറിഞ്ഞെത്തിയിട്ടുള്ള ആളുകളെല്ലാം ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കാനും ഈ കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും. ഇന്നലെ പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുഞ്ഞുങ്ങളാണ്. അവരുടെ മരണവാർത്തയാണ് പിന്നെ ആ വീട്ടുകാരറിയുന്നത്. നാട്ടുകാർ ആ കാഴ്ച കണ്ടിരുന്ന കുട്ടികൾ ജീവൻ പൊലിയുന്ന കാഴ്ച നാട് മുഴുവൻ കണ്ടിരുന്നു. അങ്ങനെ വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കല്ലടിക്കോടും അതോടൊപ്പം തന്നെ ഈ പരിസരങ്ങളിലുമെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇന്നലെ അപകടം നടന്ന സമയത്ത് തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾ ഞെട്ടലോടുകൂടിയാണ് ആ കാഴ്ച കണ്ടത്. ഒരു അപകടം നടന്ന് അതിൽ നിന്നും
തങ്ങളുടെ നാട്ടിലെ കുട്ടികളെ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ പോലും കഴിയാൻ പറ്റാത്ത തരത്തിൽ നിസ്സഹായതയോടുകൂടി ഒരു നാടിന് നോക്കി നിൽക്കേണ്ടി വന്നു. കാരണം ലോറി ഉയർത്തി മനുഷ്യസാധ്യമല്ല ആയിരുന്നു ആ ലോറി കൈകൊണ്ട് ഉയർത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ക്രെയിൻ വരേണ്ടി വന്നു. അതിനിടയിൽ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി. പക്ഷേ അപ്പോഴത്തേനും കുട്ടികൾ അതീവ ഗുരുതരാവസ്ഥയിലായി മാറി. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ മരിച്ചു എന്നാണ് പറയുന്നത്. 3 കുഞ്ഞുങ്ങൾ തച്ചമ്പാറയിലെ അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലും ഒരു കുഞ്ഞിനെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തിച്ചു. പിന്നീട് അവരുടെ ഭൗതികദേഹം അവരുടെ നാട്ടിലൂടെ കടന്നുപോയി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇന്നലെ രാത്രി തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളുമെല്ലാം പൂർത്തിയാക്കി. അവർ ഇപ്പോൾ രാവിലെ 5:30 പാലക്കാട് മോർച്ചറിയിൽ നിന്നും 4 കുഞ്ഞുങ്ങളുടെ ഭൗതികദേഹം അവരുടെ നാട്ടിലേക്ക്, അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുകയാണ്. വീടിന് സമീപം നേരത്തെ സ്കൂളിൽ അധ്യാപകരെല്ലാം ആവർത്തിച്ച് ആവശ്യപ്പെട്ടതായിരുന്നു അവർ പഠിച്ച സ്കൂളിൽ പൊതുദർശനം വെക്കണമെന്ന്. പക്ഷേ മതപരമായ ചടങ്ങുകളും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് മുമ്പായി സംസ്കാരം നടക്കണം എന്നുള്ളതുകൊണ്ടും അവർക്ക് പള്ളിക്ക് സമീപമുള്ള അവരുടെ സംസ്കാരം നടക്കുന്ന, ഖബറടക്കം നടക്കുന്ന തുപ്പനാട് ജുമാ മസ്ജിദിന് തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ, അവിടെ കരിമ്പയിലെ തുപ്പനാട് ഓഡിറ്റോറിയത്തിൽ ആയിരിക്കും ഭൗതികദേഹം അവരുടെ പൊതുദർശനത്തിന് വെക്കുക. 7:30 തന്നെ പൊതുദർശനം വെക്കാനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ശാന്തകുമാരി MLAയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമെല്ലാം ഇപ്പോൾ ക്രമീകരിക്കുന്നത്. എന്തായാലും 10 മണി വരെ അവിടെ പൊതുദർശനം ഉണ്ടാകും എന്ന് കരുതുന്നു. 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. 4 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാട് കാത്തിരിക്കുകയാണ് കണ്ണീരോടെ. പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണീരോടെ ആ 4 കുഞ്ഞുങ്ങൾക്കും വിട നൽകാൻ ഒരുങ്ങുകയാണ് ഒരു നാട് മുഴുവൻ. ഏകദേശം 7:30 പൊതുദർശനം ആരംഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. മതപരമായ ചടങ്ങുകളടക്കം പൂർത്തിയാകേണ്ടതുണ്ട്. 10 മണി വരെ പൊതുദർശനം തുടരും. നേരത്തെ പഠിച്ച സ്കൂളിലടക്കം പൊതുദർശനം വയ്ക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ മതപരമായ ചടങ്ങുകൾ ഉള്ളതുകൊണ്ട് അത് മാറ്റിവെക്കുകയായിരുന്നു. എന്നിരുന്നാൽ തന്നെ വിവിധയിടങ്ങളിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക്, അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക. ഉച്ചയ്ക്ക് മുൻപ് സംസ്കാരം നടത്തണം എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ആ നാടിൻ്റെ കൺമുന്നിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം നടക്കുന്നത് എന്നുള്ളതാണ്. പലരും, ഈ കുട്ടികളെ അടുത്തറിയാവുന്ന പലരും ഈ അപകടം നേരിട്ട് കണ്ടു, അതിന് ദൃക്സാക്ഷിയാകേണ്ടി വന്നു എന്നൊക്കെ ഉള്ളതാണ്. 4 പേരും ഒന്നിച്ച് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നത്. ഈ സിമന്റ് ലോറിയുടെ അടിയിൽ ഈ കുഞ്ഞുങ്ങൾ കുടുങ്ങിപ്പോവുകയായിരുന്നു. അവിടെ നിന്ന് പിന്നീട് ക്രെയിനൊക്കെ വന്നാണ് ഈ ലോറി മാറ്റി അതിനടിയിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ പുറത്തെത്തിക്കുന്നത്. നാട്ടുകാർക്ക് ഒരു പരിധിവരെ ഈ ഘട്ടത്തിൽ നോക്കി നിൽക്കാനേ സാധിക്കുമായിരുന്നുള്ളൂ. അതൊക്കെ വലിയ വേദനയാണ്